ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സെക്കൻഡ് ടെർമിനൽ അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസിയിലെ ക്വസ്റ്റ്യൻ നമ്പർ 28 അതിൽ ബി പാർട്ട് പ്രിപ്പയർ മഹേഷ് അക്കൗണ്ട് ഇൻ ദ ലെഡ്ജർ ബുക്ക് ഓഫ് സുരേഷ്. അതായത് നമ്മൾ സുരേഷിൻ്റെ ലെഡ്ജർ ബുക്കിൽ നമ്മൾ മഹേഷിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ കുട്ടികൾ ആദ്യം മനസ്സിലാക്കുക, ഇവിടെ മഹേഷ് എന്ന് പറഞ്ഞ പേഴ്സൺ ഇവിടെ ക്രെഡിറ്ററാണ്. സുരേഷിൻ്റെ ക്രെഡിറ്ററാണ് മഹേഷ്. അപ്പോൾ നമുക്കതിൽ കുറച്ച് ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ അയാളുടെ ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് ഒരു 10,000 വന്നിട്ടുണ്ട്. അതായത് നമ്മൾ മഹേഷിന് കൊടുക്കാൻ നിൽക്കുന്ന എമൗണ്ടാണ് 10,000 റുപ്പീസ് സുരേഷ് കൊടുക്കാനുണ്ട്. അത് ഓപ്പണിംഗ് ബാലൻസ്. നെക്സ്റ്റ് ഡേറ്റ് 5-ന് എന്താ ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയിട്ടുണ്ട് അല്ലേ. സോ ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് മഹേഷ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചോദിക്കുന്നത് മഹേഷ് അക്കൗണ്ട് ആണെങ്കിലും നമ്മൾക്ക് എളുപ്പത്തിന് ആദ്യം നമുക്ക് ജേണൽ എൻട്രി എഴുതി നോക്കാം, എന്നിട്ട് ലെഡ്ജറിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഡേറ്റ് 1-ൽ ഓപ്പൺ ബാലൻസ് നമുക്ക് ലെഡ്ജറിൽ കൊടുക്കാം. ദെൻ അടുത്ത ഡേറ്റിൽ January 5-ൽ ക്രെഡിറ്റ് പർച്ചേസ്. അപ്പോൾ ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ടു മഹേഷ് അക്കൗണ്ട്. മഹേഷ് ക്രെഡിറ്ററാണ്, സോ ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ദെൻ സെക്കൻഡ് എൻട്രി എന്താ, ഗുഡ്സ് റിട്ടേൺ ടു മഹേഷ്. എന്നാൽ സുരേഷും എന്ത് ചെയ്തു, ഗുഡ്സ് റിട്ടേൺ ചെയ്തു. അപ്പോൾ ജേണൽ എൻട്രി മഹേഷ് അക്കൗണ്ട് ടു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. മഹേഷിന് ഡെബിറ്റ് ചെയ്യണം, കാരണം ഓൾറെഡി മഹേഷ് നമ്മൾ ക്രെഡിറ്ററാണ്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയപ്പോൾ നമുക്ക് അയാൾ ലയബിലിറ്റി ആയി. പക്ഷെ നമ്മൾ ആ 60,000 രൂപ കൊടുക്കാനുണ്ടെങ്കിലും അതിൽ 500 ഗുഡ്സ് നമ്മൾ തിരിച്ചയച്ചു. അപ്പോൾ നമ്മൾ ലയബിലിറ്റി കുറഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു, മഹേഷിനെ ഡെബിറ്റ് ചെയ്തു. ആ 500 രൂപയ്ക്ക് ഡെബിറ്റ് ചെയ്യണം. സോ മഹേഷ് അക്കൗണ്ട് ടു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. ദാറ്റ്സ് എൻട്രി ഫോർ പർച്ചേസ് റിട്ടേൺ. ദെൻ തേർഡ് വൺ ഡേറ്റ് 8 January 8-ന് നമ്മൾ എന്ത് ചെയ്തു, മഹേഷിന് ക്യാഷ് കൊടുത്തു. സോ ജേണൽ എൻട്രി മഹേഷ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് ഡേറ്റ് 15 January-ക്ക് എന്ത് ചെയ്തു, ചെക്ക് കൊടുത്തു. സുരേഷ് ചെക്ക് കൊടുത്തു. സോ ജേണൽ എൻട്രി മഹേഷ് അക്കൗണ്ട് ടു ബാങ്ക്. നമുക്കറിയാം മഹേഷ് ഒരു ക്രെഡിറ്ററാണ്, ലയബിലിറ്റിയാണ്. അയാൾ ക്യാഷ് കൊടുത്താലും ചെക്ക് കൊടുത്താലും നമുക്ക് ആ ലയബിലിറ്റി കുറയണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ട് എൻട്രികളിലും മഹേഷ് അക്കൗണ്ട് മഹേഷിന് ഡെബിറ്റ് ചെയ്തു. ക്യാഷ് കൊടുക്കുമ്പോൾ മഹേഷ് അക്കൗണ്ട് ക്യാഷ്, ചെക്ക് കൊടുക്കുമ്പോൾ മഹേഷ് അക്കൗണ്ട് ബാങ്കിൽ നിന്ന് വരും. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ അക്കൗണ്ടാണ് ചോദിച്ചിരിക്കണമെങ്കിലും നമ്മൾ എളുപ്പം ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഇതിൻ്റെ ജേണൽ എൻട്രി നോക്കുക. അപ്പോൾ കുട്ടികൾ കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാവും. നമുക്കിനി അടുത്തതിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ മഹേഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. DR, CR, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, GF, എമൗണ്ട്, എക്സെട്ര. അപ്പോൾ മഹേഷ് ഞാൻ പറഞ്ഞു ക്രെഡിറ്ററാണെന്ന് പറഞ്ഞു. ക്രെഡിറ്റർ ലയബിലിറ്റിയാണ്. ലയബിലിറ്റികളുടെയും ക്യാപിറ്റൽ, ഇൻകം ഇതിൻ്റെ എല്ലാം ഓപ്പണിംഗ് ബാലൻസിൽ എപ്പോഴും ക്രെഡിറ്റ് സൈഡിലായിരിക്കും വരേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് പറയുന്നത് അതിൻ്റെ ഓപ്പൺ ബാലൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ക്രെഡിറ്റ് സൈഡിൽ ഓപ്പൺ ബാലൻസ് നോട്ട് ചെയ്യണം. ഫസ്റ്റ് ഓപ്പൺ ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ 10,000. കുട്ടികൾ ഓർത്ത് വയ്ക്കുക, എപ്പോഴും ക്യാപിറ്റൽ, ലയബിലിറ്റി, ഇൻകം ഇതിൻ്റെ എല്ലാം ഓപ്പൺ ബാലൻസുകൾ ക്രെഡിറ്റ് സൈഡിലാണ് നോട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് മഹേഷ്. അപ്പോൾ നമുക്കിതിനെ മഹേഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. മഹേഷിൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താ, ബൈ പർച്ചേസസ് 60,000. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടിൽ മഹേഷ് അക്കൗണ്ടിൽ January 5-ന് ബൈ പർച്ചേസസ് 60,000 നമ്മൾ പോസ്റ്റ് ചെയ്തു. സോ നെക്സ്റ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ മഹേഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ടു പർച്ചേസ് റിട്ടേൺ ₹500. ദെൻ ഡേറ്റ് 8-ൽ മഹേഷ് അക്കൗണ്ട് ടു ക്യാഷ് എന്നാണ്. അപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ മഹേഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് അക്കൗണ്ട്. അതുപോലെ തന്നെ 15-ന് വരുമ്പോൾ മഹേഷ് അക്കൗണ്ട് ബാങ്ക് എന്നാണ്. പോസ്റ്റ് ചെയ്യുമ്പോൾ മഹേഷ് അക്കൗണ്ടിൽ ടു ബാങ്ക് അക്കൗണ്ട്. സോ 15-ന് ടു ബാങ്ക് അക്കൗണ്ട് 40,000. നമുക്കിനി അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ക്രെഡിറ്റ് സൈഡ് 70,000 രൂപയും ഡെബിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ 41,500 ഡെബിറ്റ് സൈഡ് വരുന്നത്. അപ്പോൾ ടോട്ടൽ വരുന്നത് 70,000. നമുക്ക് ഡിഫറൻസ് 28,500 കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 31st ഡേറ്റ് ട്രാൻസാക്ഷൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എത്രയാണോ ബാലൻസ് അവിടെ ഉള്ളത് അത് അയാൾക്ക് ക്യാഷ് കൊടുത്തിട്ട് അത് പേയ്മെൻറ്റ് നടത്തുക. നമ്മൾ ലാസ്റ്റ് ട്രാൻസാക്ഷൻ 31st പറഞ്ഞിരിക്കുന്നത് നമുക്ക് 28,500 ബാലൻസ് വന്നു. അത് എന്ത് പറഞ്ഞു, അത് ക്യാഷ് കൊടുത്ത് അയാളുടെ പേയ്മെൻറ്റ് അവസാനിപ്പിക്കുക അവിടെ. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ജേണൽ എൻട്രീസ് കുട്ടികൾ എഴുതി നോക്കുക. ദെൻ എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യുക ലെഡ്ജറിലേക്ക്. അപ്പോൾ അതിൽ അതൊരു മഹേഷ് എന്ന് പറയുന്നത് ക്രെഡിറ്ററാണ്, ലയബിലിറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം ലയബിലിറ്റിയും ക്യാപിറ്റൽ അതുപോലെ തന്നെ ഇൻകംസ് ഇതിൻ്റെ എല്ലാം ഓപ്പണിംഗ് ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്രെഡിറ്റ് സൈഡിൽ നോട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഓപ്പണിംഗ് ബാലൻസ് നോട്ട് ചെയ്തു. അത് ക്രെഡിറ്റ് സൈഡിൽ നോട്ട് ചെയ്യുക. ദെൻ സെക്കൻഡ് എൻട്രി എന്താ, ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് മഹേഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ബൈ പർച്ചേസസ്. ദെൻ നെക്സ്റ്റ് പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേൺ വരുമ്പോൾ ക്രെഡിറ്റ് ലയബിലിറ്റി കുറയും അല്ലേ. അപ്പോൾ മഹേഷ് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. സോ മഹേഷ് അക്കൗണ്ട് ടു പർച്ചേസ് റിട്ടേൺ. അതുപോലെ ക്യാഷ് കൊടുക്കുമ്പോൾ ലയബിലിറ്റി കുറയും. സോ ജേണൽ എൻട്രി മഹേഷ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. പോസ്റ്റിംഗ് വരുമ്പോൾ മഹേഷ് അക്കൗണ്ടിൽ ടു ക്യാഷ് അക്കൗണ്ട്. അതുപോലെ തന്നെ ചെക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ലയബിലിറ്റി കുറയും.
ജേണൽ എൻട്രി മഹേഷ് അക്കൗണ്ടിൽ ടു ബാങ്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ മഹേഷ് അക്കൗണ്ടിൽ ടു ബാങ്ക് അക്കൗണ്ട്. ദെൻ അത് ബാലൻസ് ചെയ്യുക. ക്രെഡിറ്റ് സൈഡിൽ കൂടുതൽ വരുന്നുണ്ട്, 7,000 വരുന്നത്. ടോട്ടലാക്കി നമ്മൾ ഡിഫറൻസ് എടുത്തു. ഡിഫറൻസ് 28,500 ഉണ്ട്. അത് കൊടുത്ത് അവസാനിപ്പിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 31 ജനുവരിയിൽ എന്ന് പറഞ്ഞു. ഈ എമൗണ്ട് കൊടുത്തവിടെ പേയ്മെൻറ്റ് നടത്തുക 28,500.